Watch full episodes on Jio Hotstar. ഉത്തരം കിട്ടിയോ? ഇത്ര വ്യത്യാസമാകാൻ കാരണം എന്താണെന്ന്? അല്ല, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇവനാണെങ്കിൽ മാജിക്കിന്റെ അകത്ത് മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോസ് സഹായെ കൂട്ടിക്കൊണ്ടുവന്നു. വെൽക്കം മിസ്റ്റർ സഹായ്, വെൽക്കം. നീ വാസ്തവത്തിൽ വിചാരിച്ചോ എന്നിൽ നിന്ന് രക്ഷപ്പെട്ട് നിനക്ക് ഒത്തിരി നാൾ ജീവിക്കാമെന്ന്? ഐ ആം ദ ക്രിയേറ്റർ ഓഫ് ദിസ് പ്ലേസ്. ഐ ക്രിയേറ്റ് ആൻഡ് ഐ ഡിസ്ട്രോയ്. രക്ഷപ്പെട്ട് എവിടെ പോകും സഹായ്? ഇപ്പൊ നീ ഒരു കാര്യം ചെയ്തില്ലേ? അതെങ്ങനെയാ ചെയ്തത്? എങ്ങനെയാ നീ വെള്ളമായിട്ട് മാറിയത്? I am the creator. I can do anything. സഹായ്, നിനക്കും ഇതൊരു ചെറിയ സർപ്രൈസ് ആയിരുന്നു അല്ലേ? നീ എന്നെ ലേക്കിന്റെ അടുത്ത് വിട്ടിട്ട് ഓടിക്കളഞ്ഞതല്ലേ? നീ പോയതിനു ശേഷം ഞാൻ ആ വെള്ളത്തിന്റെ പുറത്ത് റിസർച്ച് ചെയ്തു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി ഞാൻ ഈ വെള്ളത്തിൽ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചാൽ അതിൽ നിന്നൊരു വ്യത്യസ്ത ശക്തിയെ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കി. ഞാൻ അതുപോലത്തെ കെമിക്കൽസ് ഒരുമിച്ച് ചേർത്ത് വെള്ളം തയ്യാറാക്കി. എന്നിട്ട് ഒരു ദിവസം കൂട്ടുകാരെ കാണുക. ഇന്ന് നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ ഒത്തിരി ശക്തി വരും. അതുകൊണ്ട് തന്നെ ആർക്കും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി നോക്കൂ അത്ഭുതം. Mr. Diabolus! എന്താ പറ്റിയത്? എവിടെ പോയി ബോസ്? ഞാൻ എത്ര തവണ പറഞ്ഞതായിരുന്നു, എല്ലാം നശിപ്പിച്ചു. ബോസ് എപ്പോഴും ഇങ്ങനെയാ, പറഞ്ഞതൊന്നും കേൾക്കാറേയില്ല. ഞാനാണ് സൃഷ്ടാവ്, ഞാൻ സൃഷ്ടിക്കും, ഞാൻ നശിപ്പിക്കും എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് കാരണമായിരിക്കുന്നു ബോസ്. I am the creator and I destroy. അപ്പോഴാണ് ഞാൻ എന്റെ പുതിയ പവറിനെ പറ്റി അറിഞ്ഞത്. ഞാൻ പതുക്കെ ആ പവറിനെ അങ്ങോട്ട് കൺട്രോൾ ചെയ്തു. ഇപ്പൊ എനിക്ക് എന്റെ സ്വയം ഇഷ്ടത്താൽ എപ്പ വേണമെങ്കിലും വെള്ളമാകാം, എന്നിട്ട് തിരിച്ചെപ്പ വേണമെങ്കിലും മനുഷ്യനായി മാറാം. സുഹൃത്തുക്കളെ, എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യൂ. സൂക്ഷിച്ച് മോട്ടു. പത്തലു എണ്ണിക്ക്. അയ്യോ, നമ്മളിതിന് കുടുങ്ങിപ്പോയല്ലോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. സഹായ്, കണ്ടോ നീ? എന്നെ സഹായിക്കാഞ്ഞതിന് എത്ര വലിയ അപരാധമാണ് താൻ ചെയ്തതെന്ന്. ഇനിയിപ്പോ കുറച്ചു നേരത്തിനകം എന്റെ ആ എക്സ്പെരിമെന്റ് പൂർണ്ണമാകും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ ജലവും ഞാൻ ഒരുമിച്ച് വലിച്ചെടുക്കും.
പിന്നെ എന്നെ ആർക്കും തന്നെ തടയാനാവില്ല. No one. എന്റെ അമ്മോ. ഇനിയിപ്പോ ഒരു എന്റർടൈൻമെന്റ് ആവാലോ. Hey, stop. Here. Oh, oh. എനിക്ക് ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ആവശ്യമുണ്ട്. അതെവിടെ കിട്ടുക? ശരി, നിങ്ങളൊന്ന് നിർത്തു കൂട്ടുകാരെ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗെയിം കാണിച്ചു തരാം. ഞാനിത് എത്തിപ്പോയി. ഈ പ്രാവശ്യം തന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നെ താഴെ ഇറക്ക്. എന്നെ താഴെ ഇറക്കാൻ. താഴെ ഇറക്കാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? താഴെ ഇറക്ക. എന്തെല്ലാം ഉണ്ട് ടൈബ്ലോ സാറേ? ഈ കളി നിങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ തോന്നുന്നു. എവിടേക്കാണോ പോയത്? വേഗം വാ ഫ്ലോറിറ്റ. ഇവന്മാരെ ക്ലോഡിയസും ഹരിക്കേനും നോക്കിക്കോളും. ഇവന്മാരെ കൂടെ തീർത്ത് കളഞ്ഞേക്ക്. ഫിനിഷ് them. Okay, boss. വരൂ സുഹൃത്തുക്കളെ, പറക്കാൻ വേണ്ടി തയ്യാറായിക്കോളൂ. സത്യം സത്യം. ക്ലൗഡ് മാൻ ബട്ടു, പെട്ടെന്ന് ഇവിടേക്ക് വരൂ. ഗുഡ് ജോബ് ഹരിക്കാൻ മാൻ. ഇനി എന്റെ അവസരമാണ്. പിന്നിലുണ്ടാക്കുന്നത് എന്റെ ഒരു പഴയ ശീലമാണ്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദവും. ഐഡിയ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ശീലത്തെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ? Attack! ഇപ്പോ നിന്റെ ഊഴമാണ് ഗ്ലോഡിയസ്. അടുത്ത ഊഴം നിന്റേതാണ് മോനെ. മോട്ടു, വെള്ളം തീർന്നു. ഇപ്പൊ നീ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ശരി ശരി. ഇനിയിപ്പോ എന്താ ചെയ്യും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹാരിക്കൻ മാൻ, ഇതാ ഞാൻ എത്തിപ്പോയി. യെസ്, ഞാൻ എത്തിപ്പോയി ഹാരിക്കൻ. വെറുതെ വിടില്ല. നിന്റെ കഥ തീർത്തിരിക്കുന്നു ഹാരിക്കൻ മാൻ. പറ്റുമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് കാണിക്കേ.
നിന്റെ കളി ഇതോടെ അങ്ങനെ ഹരിക്കാന്റെ കഥ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി വരൂ, ബാക്കിയുള്ളത് ഡയാബ്ലസിന് കൊടുക്കാം. വരൂ, ഡയബോളസ് രക്ഷപ്പെട്ടു പോകാൻ പോവുകയാണ്. ഫ്ലോറിറ്റ, ഇവരെ കുറച്ചു നേരം കൂടെ തടയി. ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാനുള്ള എന്റെ ഫോർമുല റെഡിയാണ്. ഇപ്പൊ നിന്റെ ഇതോടെ ആട്ടം നിന്റെ കഥ നിലയ്ക്കാൻ തീർന്നിരിക്കുന്നു. മാഡം, നിങ്ങളൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കുവോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീകളുടെയും ദേഹത്ത് കൈവയ്ക്കാറില്ല. അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കൂ പ്ലീസ്. സ്ത്രീകളുടെ മേൽ കൈവയ്ക്കില്ലെന്നോ? കണ്ടില്ലേ? വിളിച്ചെടുത്തല്ലോ, ഇന്ന് ഞാൻ തല്ല് വാങ്ങി തരിപ്പണമായല്ലോ മമ്മി. അടിപൊളി ഫ്ലോറിറ്റ, ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് പോവാൻ പെട്ടെന്ന്. വേഗം, ലെറ്റ്സ് ഗോ. ഫോർമുല അവന്റെ കയ്യിലുണ്ട്. അവൻ ഇവിടെ ഓടിപ്പോയി ആ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവനെ പിടിക്കാന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അവന്റെ പുറകെ പോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വേഗം വരൂ. അവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അവന്റെ സംസാരം നിർത്തേണ്ട സമയമായി. എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഇന്ന് ഞാൻ പറക്കാൻ അനുവദിക്കില്ല. വേഗം വാ, ഷിപ്പിൽ കയറ്. ബോസ് നിൽക്കൂ. നമ്മളുടെ അടുത്ത് ഒട്ടും സമയമില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.